ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്ന പ്രോ റൈഡിലോട്ട്. ഇന്ന് എന്റെ കയ്യിലുള്ള വണ്ടി ഹീറോന്റെ മാർവിക് 440. ഹീറോ ഹാർലി ഡേവിഡ്സന്റെ X440 അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു മോട്ടോർ സൈക്കിളാണിത്. കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ട് മോഡലിലും രണ്ട് ക്യാരക്ടറും രണ്ട് സ്വഭാവമാണ്. ഇനി ഹീറോന്റെ മാർവിക്കിലോട്ട് വരുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫ്രണ്ട്സും ഒന്നിച്ച് ഗ്രൂപ്പ് റൈഡുകൾ നടത്തുന്നു. സുഹൃത്ത് ഈ യാത്രകളെല്ലാം കഴിഞ്ഞു വന്നിട്ട് ആ യാത്രയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഫീലിങ്സ്, അത് കേട്ടതിന് ശേഷം നമ്മളും ആ പോയൊരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. താൻ യാത്രയിൽ അഭിനയിച്ച എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തതിനു ശേഷമാണ് സുഹൃത്ത് വന്ന് ഈ കഥ പറയുന്നത്. അങ്ങനെ ഈ സുഹൃത്ത് പറഞ്ഞ യാത്രയുടെ അതിമനോഹരമായ കഥകൾ കേട്ടിട്ട് ഹീറോയ്ക്കും യാത്ര ചെയ്യണമെന്നൊരു മോഹം തോന്നുകയാണ്. അങ്ങനെ ഹീറോന്റെ സുഹൃത്തും മറ്റു സുഹൃത്തുക്കളും വളർന്നു വലുതായി. ചിലരൊക്കെ മാർക്കറ്റിൽ നിന്നും പോയെങ്കിലും ആ മോഹം ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഹീറോന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ടൈമായി, അങ്ങനെ ഇറങ്ങി കളിക്കാനുള്ള ടൈമായി. അങ്ങനെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി അങ്ങനെ ദീർഘദൂര യാത്രകൾക്കായി ഹീറോ മാർവിക് 440 എന്ന് പറഞ്ഞ ക്രൂസർ മോട്ടോർ സൈക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫീല്, ഒരു ലോങ് ഡ്രൈവ് ഓടിക്കാനുള്ള ഒരു ഫീല് എനിക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ ഇളം തണുപ്പിലൂടെ തണുത്ത് വിറങ്ങലിച്ച് ഒരു ദീർഘദൂര യാത്ര. ഒരുപക്ഷെ ഈ മോട്ടോർ സൈക്കിളിലൂടെ എന്നെ യാത്ര ചെയ്യാൻ പേടിപ്പിക്കുന്ന ഘടകം ഇതിന്റെ ശബ്ദം തന്നെയാണ്. ആ പഴയ ആ ബുള്ളറ്റിലുള്ള യാത്രകളും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. ആ പഴയ ഒരു ബുള്ളറ്റിനൊരു ശബ്ദമുണ്ട്, കുടു 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 കുടു. 40, 60, 70 സ്പീഡിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചു പോകണം. ആ ശബ്ദം ആസ്വദിച്ചുള്ള യാത്ര തന്നെയാണ് എനിക്ക് മാർവിക്കിലും എനിക്ക് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എഞ്ചിന്റെ റിഫൈൻമെന്റ് ആണ്. ഹീറോ തന്നെയാണ് ഈ മാർവിക് 440 നിർമ്മിച്ചതെന്നുള്ള സംശയം ഇപ്പോഴും മനസ്സിലുണ്ട്. മൊത്തത്തിലുള്ള ക്വാളിറ്റി നോക്കുമ്പോഴാണ് ഇത് തോന്നുന്നത്. വണ്ടി ഓടിച്ചപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, അവിടെ ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റ് ഇഷ്യൂസ് കാണാനിടയായി. കാര്യം ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് മോട്ടോർ സൈക്കിൾ ആണല്ലോ. പലരും മോട്ടോർ സൈക്കിൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ടെറയിലൂടെയൊക്കെ ഓടിച്ചേക്കണോണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം കാണാനിടയായത്. നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ ഇത് ഉണ്ടാവണം എന്നില്ല. ഈ കൺട്രോൾ ബട്ടൺ മീറ്ററിന്റെ സൈഡിലായിട്ട് നൽകിയിരിക്കുന്ന അതൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അറ്റ്ലീസ്റ്റ് ആ ട്രിപ്പ് ബട്ടൺ എങ്കിലും ഹാൻഡിൽ ബാർമേൻ നൽകാമായിരുന്നു. എന്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം ഡിഫറെന്റ് ആയേക്കാം. X440യുടെ ഈ മീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മീറ്റർ തന്നെയാണ്. കാര്യം ഇതിനകത്തൊരു ബിഗ്ഗർ ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടി വിസിബിലിറ്റി ഫീൽ നൽകുന്ന ഈ മീറ്റർ കൺസോൾ തന്നെയാണ്. സ്റ്റാർട്ട് ബട്ടന്റെ അടുത്തായിട്ട് SOS ബട്ടണും ഹസാർഡ് ലൈറ്റ് ബട്ടണും നൽകിയിരിക്കുന്നു. 2,50,000 രൂപയാണ് ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് തന്നെ. ഈ അഫോർഡബിൾ റേറ്റിൽ ഇത് ഇറക്കാൻ വേണ്ടിയായിരിക്കാം പ്രൈസ് കട്ടിന്റെ ഭാഗമായിട്ട് USD ഫോർക്ക് ഒഴിവാക്കിയത്. പിന്നെ X440യുടെ സെയിലിന് ഇത് ബാധിക്കാനും പാടില്ല. ബാക്കിലത്തെ ടൈലൈറ്റ് ഹീറോന്റെ ലോഗോനെ ഓർമ്മപ്പെടും. ഈ കാണുന്ന ഇൻഡിക്കേറ്റർ ഒക്കെ X440 കടമെടുത്ത് തന്നെയാണ്. ടൈലൈഡിൽ കാണുന്ന ഹീറോന്റെ ലോഗോന്റെ അയച്ച് തന്നെയാണ്. ശരിക്കും മീറ്ററിന്റെ ജോയ്സ്റ്റിക്ക് ഹാർലി ഡേവിഡ്സണിൽ ഇവിടെയായിരുന്നു നൽകിയിരുന്നത്. ജോയ്സ്റ്റിക്ക് ഇല്ലാത്ത ഈ ഭാഗം അങ്ങനെ ഒഴിച്ചിടണ്ട, പ്രീമിയം മോട്ടോർ സൈക്കിൾ അല്ലേ, നമ്മുടെ ലോഗോ തന്നെ നൽകിയേക്കാം. ഹാർലി ഡേവിഡ്സൺ X440 കണ്ട അതേ സെയിം 440cc എഞ്ചിനാണ് ഈ കാണുന്നത്. പിന്നെ ലോഗോയിലും ഇച്ചിരി ടോർക്കിലും മാത്രമേ വ്യത്യാസമുള്ളൂ. നല്ല കംഫർട്ടബിൾ ആയ സീറ്റുകൾ തന്നെയാണ്. ഒറ്റ സ്ട്രെച്ചിൽ 300 km ഓടിക്കാവുന്നതാണ്. ലോങ് റൈഡ് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന ഇഷ്യൂ വിൻ ബ്ലാസ്റ്റ് ആണ്. ഷോറൂമിലുള്ള വെച്ചിട്ട് കാര്യമില്ല, ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ അത് വെക്കുന്നതായിരിക്കും ഉചിതം.
ഈ 2 ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ ലഗേജ് റാക്കും തൈ സപ്പോർട്ടും പിടിപ്പിക്കാം. അതായത് ഈ ബാക്ക് സീറ്റ് തൈ സപ്പോർട്ട്. ലുക്കിന്റെ കാര്യത്തിൽ ഇതൊരു സിങ്കായിട്ട് നിൽക്കുന്ന ഒരു ഫീല് തോന്നുന്നില്ല. ബട്ട് പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ഷോറൂമിൽ നിന്ന് തന്നെ ഇത് പിടിപ്പിക്കാവുന്നതുകൊണ്ട് തന്നെ MED പിടിക്കും എന്നുള്ളൊരു പേടി വേണ്ട. ഇപ്പൊ എല്ലാ മോട്ടോർ സൈക്കിളിലും ഇത് നൽകാറുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു മോഡലും കൂടിയാണിത്. അപ്പൊ ഏത് പ്രായക്കാർക്കും ഓടിക്കാം. കോമൺ ആയിട്ട് എല്ലാ മോട്ടോർ സൈക്കിളും കണ്ടു തന്നോട്ട് ചാർജിങ് സോക്കറ്റ് ഇതിനകത്തും നൽകിയിരിക്കുന്നു. പിന്നെ ഇതൊന്നും തുറന്നു കാണിക്കേണ്ട കാര്യമില്ല, ഇപ്പൊ എല്ലാ വണ്ടിയിലും ഉണ്ട്. ഇതൊരു കോമൺ ആണ്. പ്രീമിയം ആയതുകൊണ്ട് തന്നെ കമ്പനി ലോഗോയ്ക്ക് ഒരു പഞ്ഞവും വരുത്തിയിട്ടില്ല. വണ്ടിയുടെ മുക്കിലും മൂലയിലും ഹീറോന്റെ ലോഗോ നൽകിയിരിക്കുന്നു. സെയിം ആ ഹാർലി ഡേവിഡ്സന് കണ്ട പോലെ തന്നെയാണ് ആക്സിലേറ്റർ കേബിളിന്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് നീറ്റായിട്ട് ടൈ ഒക്കെ അടിച്ച് ഒന്ന് ഒതുക്കി നൽകാമെന്ന് എനിക്ക് തോന്നി. നമുക്ക് ആ കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിക്കുറവ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല. ആ ടൈ ഒക്കെ അടിച്ച ഹാൻഡിൽ ബാറിന്റെ സൈഡിൽ കൂടിയൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായൻ. അവസാനം ധൃതി പിടിച്ചെന്തോ കാട്ടിയ പോലാണ്. ഹീറോയിൽ വരുമ്പോഴെങ്കിലും ഇത് നീറ്റായിട്ട് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇത് എന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ഈ എക്സോസ് പൈപ്പ് ചെയ്ത ആളെ സമ്മതിക്കണോട്ടാ. ഇത്രയും ബെൻഡൊക്കെ ഇട്ട് ഗിയർ ബോക്സിന്റെ അടിയിൽ കൂടെ ഒക്കെ എടുത്ത് കൊണ്ടുവരാന്ന് വെച്ചാൽ നിസ്സാര കാര്യം. ഈ മോട്ടോർ സൈക്കിൾ വെച്ച് ഓഫ് റോഡ് ചെയ്യുകയാണെങ്കിൽ അടി തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. ഓഫ് റോഡ് ചെയ്യുന്നവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹോൺ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന അതിമനോഹരമായ ഫുള്ളി ആക്സറീസ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു മാർവിക്കും ഇവിടെ വെച്ചിട്ടുണ്ട് ഷോറൂമിൽ. രാത്രി ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി എത്രയുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഈ പ്രൈസിങ്ങിന് ഇങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ നൽകാൻ ഹീറോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹാർലി ഡേവിഡ്സന്റെ മോട്ടോർ സൈക്കിളും മാർവിക്കും ഹീറോന്റെ പ്രീമിയം ഡീലർഷിപ്പ് വഴിയാണ് വിൽക്കുന്നത്. ഈ റെഡ് ഡ്യുവൽ ടോൺ കളർ വേരിയന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആലുവയിലുള്ള ഹീറോന്റെ പ്രീമിയം ഡീലർഷിപ്പിൽ വന്ന് എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വണ്ടി എക്സ്പീരിയൻസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അരിസി മീഡിയ ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതിന്റെ ആ സ്വീറ്റ് സൗണ്ട് ഒന്ന് നിങ്ങളെ കേൾപ്പിച്ചു തരാം.